വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ പോലീസിനെയും എല്ലാവരെയും ഒക്കെ വിവരം അറിയിക്കുന്നുണ്ട്. കുട്ടിയാണ്, സ്കൂൾ ബാഗ് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, CCTV ഒക്കെ നോക്കണം, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല, എൻ്റെ ഒരു പേഴ്സണൽ മാറ്റർ കൂടിയാണെന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതേസമയം ഗോപാലകൃഷ്ണനും ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ ശ്യാമയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്യാമ അത് കുടിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും ശ്യാമ അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. എങ്ങനെയും കുട്ടിയെ കണ്ടെത്താം എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അതേസമയം ഫോൺ വെക്കുന്ന ഗോപാലകൃഷ്ണൻ വന്നിട്ട് മോള് പറഞ്ഞാൽ പോലീസ് ഒട്ടും വിട്ടുവീഴ്ച വരുത്തില്ല എന്നൊക്കെ അറിയാം, പക്ഷേ നമുക്കിവിടെ സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എനിക്കിവിടെ ചില ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ, ഞാനും അന്വേഷിക്കാം, രാവിലെ പേപ്പർ കൊണ്ടിടുന്ന ആൾക്കാർ ഇപ്പോൾ പേപ്പർ എടുത്ത് തുടങ്ങും, അവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, ഒന്നും ഞാൻ പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷവും ശ്യാമ സങ്കടപ്പെട്ടങ്ങ് കരയുകയാണ്. അന്നേരം ശ്യാമയെ ആശ്വസിപ്പിക്കാനായിട്ട് ശാലിനിയും ശാരദാമ്മയും ഒക്കെ ഒരുപാട് പാടുപെടുന്നുണ്ട്. ഇതേസമയം പപ്പിയെ റൂമിൽ കൊണ്ടാക്കിയിട്ട് സത്യമാണെങ്കിൽ ഇവിടെ നിൽക്കുക, എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, ഞാൻ പോയി ഒന്നുകൂടെ അവരെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ സത്യ നേരിൽ നോക്കി കണ്ടിട്ട് തിരികെ അങ്ങ് റൂമിൽ പപ്പിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് ശാരദാമ്മയുടെ മടിയിൽ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. കണ്ണടച്ചിട്ടുണ്ട് ശ്യാമ. അതേസമയം ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് സങ്കടമാണ് ശ്യാമ വന്ന് പറഞ്ഞത്. സത്യഭാമയാണെങ്കിൽ ശ്യാമ അവിടെ നിന്ന് ഇറക്കി വിട്ടതും അതിനു മുന്നേ ശാലിനി അവിടെ നിന്ന് ഇറക്കി വിട്ടതും ഒക്കെ ഓർക്കുമ്പോൾ ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ഈ സമയത്ത് അവിടേക്ക് ശാലിനി വരുമ്പോൾ എന്താടി, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുൻപേ കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശ്യാമ ഇങ്ങനെ കിടക്കുന്നത് നോക്കിയ ശേഷം ശാലിനിയും ആ കട്ടിലേക്ക് ഇരുന്നിട്ട് ശാരദാമ്മയുടെ മടിയിലേക്ക് അങ്ങ് കിടക്കുകയാണ്. ആകെ ഒരു വിഷം പോലെ. അന്നേരം എന്താടി ഇപ്പോൾ ഇങ്ങനെ തോന്നാമെന്ന് പറയുമ്പോൾ, ഇങ്ങനെ തോന്നിയമ്മ, ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എങ്ങും കിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. ഒരു മനസമാധാനമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ കണ്ണൂർ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ, മുമ്പ് നമ്മൾ 4 പേരും, കുഞ്ഞേച്ചിയും വല്യേച്ചിയും, നമ്മളെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചല്ലേ കിടന്നുറങ്ങിയിരുന്നത് എന്നിങ്ങനെ ശ്യാമ സംസാരിക്കുകയാണ്. അന്നേരം അന്നൊക്കെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ശാരീരിക മനസമാധാനത്തോടെ ജീവിക്കുന്നു എന്നൊരാകെ ആശ്വാസമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ജീവിതം ആവിയായി പോയില്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്നിങ്ങനെ ശാരദാമ്മയും പറയും. രണ്ടുപേരുടെയും തലയിൽ ഇങ്ങനെ മടിയിൽ കിടക്കുന്ന 2 മക്കളുടെയും തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നമുക്കും അതുപോലുള്ളൊരു നല്ല കാലം വരും. അമ്മ പറഞ്ഞില്ലേ ശാരിയേച്ചി ഇപ്പോൾ മനസമാധാനമായിട്ട് ജീവിക്കുന്നുവെന്ന്, അതൊക്കെ എന്തോരം കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് അത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, നമുക്കും അതേപോലുള്ള സന്തോഷം വരും അല്ലേ എടീ എന്നിങ്ങനെ ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം അതേ കുഞ്ഞേച്ചി, ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈശ്വരൻ പ്രാർത്ഥിച്ചാൽ അതുപോലെ തരുമെന്നല്ലേ, നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കില്ല, രണ്ടുപേരും അല്പസമയം കിടന്നുറങ്ങിക്കോ, അച്ഛൻ പപ്പിമോളെയും കൊണ്ടുവരുമ്പോൾ ഞാൻ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അവരുടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട്. രണ്ടുപേരും അങ്ങ് കണ്ണടക്കിയാണ്. ഈ സമയത്ത് സത്യയോടൊപ്പം കിടക്കുന്ന പപ്പിയാണെങ്കിൽ ഉറങ്ങുന്നില്ല, ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി കിടക്കുകയാണ്. അന്നേരം കണ്ണ് തുറന്ന് നോക്കണം സത്യ ചോദിക്കുന്നുണ്ട്, എന്താ പപ്പിക്ക് ഉറക്കം വരുന്നില്ലേ എന്ന്. അന്നേരം കണ്ണടയ്ക്കുമ്പോൾ അമ്മയുടെ കരയുന്ന മുഖമാണ്. എന്നെ കാണാതെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ കല്യാണം മുടങ്ങില്ലല്ലോ, അപ്പോൾ എൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, അവിടുത്തെ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, സത്യാമ്മയ്ക്ക് എങ്ങനെയും ഈ കല്യാണം നടത്തിയാൽ മതി എന്നാണ് ഇങ്ങനെ പപ്പി പറയുമ്പോൾ, ബിഗ് ഫ്രണ്ടിൻ്റെ കാര്യമായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പപ്പിയുടെ കൂടെ നിൽക്കുന്നത്, ബിഗ് ഫ്രണ്ടിന് സത്യാമ്മയെ എതിർത്തൊന്നും പറയാനും സാധിക്കില്ലല്ലോ, നമുക്ക് എങ്ങനെ ഇത് മുടക്കാം, ചില കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ചില ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം എന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. അന്നേരം നാളെ ഇതിപ്പോൾ എല്ലാവരും അറിയുമല്ലേ, ചിലപ്പോൾ ആൾക്കാരൊക്കെ കൂടുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സത്യമപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ എന്നാലും കല്യാണം മുടങ്ങുമല്ലോ, നമുക്കത് മതിയല്ലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം അത് സത്യം അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം പപ്പി മനസ്സിൽ കരുതുന്നുണ്ട്, ഈ കല്യാണം മുടക്കേണ്ടത്, വിഷ്ണുവച്ഛൻ്റെ കല്യാണം മുടക്കേണ്ടത് എന്നേക്കാൾ ആവശ്യം നിനക്കാണ് സത്യയെ, നിൻ്റെ ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യ അങ്ങ് കണ്ണിങ്ങനെ ഇറുക്കി അടയ്ക്കുകയാണ്. അന്നേരം സത്യ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ സത്യമൊന്നും മിണ്ടുന്നില്ല. അന്നേരം സത്യ ഉറങ്ങിയെങ്കിൽ ഞാനും ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങ് ഉറങ്ങുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ശാരദാമ്മ കതവിൽ വീണ്ടും തട്ടി സത്യയെ കഥ തുറക്കുമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം സത്യ പെട്ടെന്ന് ഉണരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ തുറക്കാം ശാരദാമ്മയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ കുലുക്കി വിളിക്കുകയാണ്. കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് പപ്പി ഉണരുന്നത്. ഉണർന്നാണെങ്കിൽ പപ്പിക്ക് അവിടെയാണ് എന്നുള്ളൊരു ഓർമ്മയില്ല. ചായ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ചായക്കൊക്കെ സമയമുണ്ട് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് സത്യയെ കാണുമ്പോൾ ശാരദാമ്മയുടെ വിളിയൊക്കെ കേൾക്കുന്നത്. അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പപ്പിയെ വിളിച്ചുകൊണ്ട് വന്ന കട്ടിലിൻ്റെ കാൽക്കൽ
കൊണ്ടുപോയി ഇരുത്തിയിട്ട് പപ്പിയുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇരിക്കണം, അനങ്ങാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നോളണമെന്ന് പറയുകയാണ്. അതേസമയം ശാരദാമ്മ അവിടെ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ തുറക്കാൻ ശാരദാമ്മയെ കിടന്ന് ബഹളം വയ്ക്കാതെ ഞാനിപ്പോൾ തുറക്കാം എന്നൊക്കെ സത്യ ഇതിനകത്ത് നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഊഹം ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ തമാശയാണെന്ന് കരുതി അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സത്യ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം തുറക്കാൻ എന്താ എത്ര താമസമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനങ്ങ് ഉറങ്ങിപ്പോയി, ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉറക്കം കിട്ടി കാണില്ല, നേരത്തെ ഉറങ്ങിയില്ലല്ലേ, കണ്ണ് മുഖമൊക്കെ വാടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങിയാണ്. സത്യമാണെങ്കിൽ വാതിൽ ഇങ്ങനെ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ ഒരു ഇത് കയറാതിരിക്കാനായിട്ട് ഇങ്ങനെ ആ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും കയറാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ എങ്ങോട്ട് പോകുന്നു ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കിപ്പോൾ കാപ്പി ചെയ്യണം, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം അമ്മ അടുക്കളയിലുണ്ട്, മോള് പോയി പറയുമെന്ന് പറയുകയാണ്. എന്നിട്ട് ശാരദാമ്മ കയറാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാരദാമ്മയെ പിടിച്ചിഞ്ഞ് ആക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട, എനിക്ക് അമ്മ എടുത്ത് തരണ്ട, എനിക്ക് ശാരദാമ്മ എടുത്ത് തന്നാൽ മതി പ്ലീസ് ശാരദാമ്മ എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് എങ്കിൽ വാ എന്നും പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്ന് സത്യമാണെങ്കിൽ ഇങ്ങനെ കാണിക്കുകയാണ്, പപ്പിക്ക് നേരെ നോക്കി. പപ്പി ഇങ്ങനെ കട്ടിലിൻ്റെ കാൽക്കൽ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരിക്കണേന്ന് പറഞ്ഞിട്ട് സത്യയും ശാരദാമ്മയുടെ പിന്നാലെ പോവുകയാണ്. ഈ സമയത്ത് രോഹിത്തും വിഷ്ണുവും കൂടി പപ്പി അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അവർ റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അതിനുശേഷം വിഷ്ണു വണ്ടി നിർത്തിയിട്ട് ആ വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരോട് രോഹിത്തിനോട് ചോദിക്കാൻ പറയുകയാണ്. തുടർന്ന് രോഹിത്താണെങ്കിൽ മൊബൈലിൽ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി എവിടെയെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ 2-3 പേരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇല്ല എന്ന് പറയുകയാണ്. തിരിച്ച് രോഹിത്ത് വീണ്ടും വണ്ടിയിലേക്ക് കയറുമ്പോൾ വിഷ്ണു വണ്ടി ഓടിച്ച് പോവുകയാണ്. അന്നേരം ആകെ ടെൻഷനിലാണ് രോഹിത്ത് ഇരിക്കുന്നത്. അന്നേരം വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാടാ, സമാധാനമായിട്ടിരിക്കുന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ തലേദിവസം രാത്രി പോയ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഓടി ചെല്ലുകയാണ്, എവിടെ പപ്പിമോൾ എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലായിടത്തും അന്വേഷിച്ചു, എങ്ങും കണ്ടു കിട്ടിയില്ല. നാടോടി സ്ത്രീകളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അമ്പടിച്ചിട്ടുണ്ട്, അവിടെയും പോയി നോക്കി, എല്ലാവരെയും തട്ടി വിളിച്ചുണർത്തി ചോദ്യം ചെയ്തു, പിടിയും വലിയും ഒക്കെയായി, പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല, അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്യാമ അവിടെ വന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഈശ്വര എൻ്റെ കുട്ടി എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം സങ്കടപ്പെടേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കളക്ടറല്ലേ പോലീസിനെ വിളിച്ച് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്, അവർ യാതൊരു ഉപേക്ഷയും കാണിക്കില്ല, പിന്നെ എൻ്റെ പരിചയക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഇന്നാൾക്കിതുപോലെ കൊല്ലത്തുനിന്ന് ഒരു കുട്ടിയെ കാണാതായിട്ട് പിറ്റേന്ന് ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ച് കിട്ടുകയല്ലേ ചെയ്തത്, ഇതും അതുപോലെ ആകാനേ സാധ്യതയുള്ളൂ, മോള് സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി എവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ രാവിലെ പോയി, എന്തോ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു, പോകുന്നതിന് മുന്നേ പോലീസിനെയൊക്കെ വിളിച്ച് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് പോയത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി ഇവിടെ നിന്ന് പോയെന്നേ ഉള്ളൂ, മനസ്സ് പിടഞ്ഞാണ് പോയിരിക്കുന്നത്, കുഞ്ഞേച്ചി ഒരു അമ്മയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഓരോ പദവിയിലിരിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും അവൾക്ക് ചെയ്യണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി ജനലിൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ കേട്ടിട്ട് അവരങ്ങ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അന്നേരം പിന്നെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അല്ല ശാരദാമ്മ പറയുകയാണ്, അവർക്കും കുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, കിട്ടിയെങ്കിൽ ആ പൊന്നിയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞേനെ എന്ന് പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്തായാലും നീ അവിടെയാണ് നിൽക്കേണ്ടത്, ഈ സമയത്ത് ഇവിടെയല്ല നിൽക്കേണ്ടത്, അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറയുകയാണ്. അന്നേരം ഈ സമയത്ത് എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ഈ സമയത്തിന് എന്താ കുഴപ്പം, ഇവൾ ശാലിനിയെ പോലെയല്ല, ഇവൾ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യാമ്മയുള്ള അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം തോന്നുമ്പോൾ ഇറക്കി ഇടാനായിട്ട് എൻ്റെ മക്കൾ എന്താ കളിപ്പാവല്ലോ ആണോ, ശാലിനി ആണെങ്കിൽ 6 വർഷം മാറി നിന്നു എന്നൊരു കാരണമെങ്കിലും അവർക്കുണ്ട്, പക്ഷെ ഇവളുടെ കാര്യം അങ്ങനെയല്ല, 4 ആൾ അറിയി താലി കെട്ടി കൊണ്ടുപോയതാണ്, അതൊക്കെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്, ഇവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഇതിൽ പിന്നിൽ കാർത്തികയാണ് എന്നൊരു സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല, ഇന്നിപ്പോൾ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടാക്കാം, ഈ ഗോപാലകൃഷ്ണൻ ആരെന്ന് സത്യഭാമ ഇന്നറിയും, എനിക്ക് അവരെ അതൊന്ന് ബോധ്യപ്പെടുത്തുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം തന്നെ പോകാമെന്ന് പറയുകയാണ്. അന്നേരം അച്ഛാ അതെന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുന്നുണ്ട്. ഗോപാലേട്ടാന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ നിൽക്കുമ്പോൾ ഒട്ടും സമയം താമസിക്കാനില്ല, എനിക്ക് അവരെ ഒന്ന് കാണണം, നിന്നെ ഞാൻ അവിടെ കൊണ്ടാക്കുക തന്നെ ചെയ്യും, നീ അവിടെയാണ് നിൽക്കേണ്ടത്, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് ശ്യാമയുടെ കൈയും പിടിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നിങ്ങനെ ഗേറ്റ് കടന്ന് പോവുകയാണ്. അന്നേരം ഈശ്വരാന്നും പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ കുട്ടിയെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇതിലെ കഥ അറിയേണ്ടത്. റീമേക്കിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയാണ് സുസ്മിത വഴിയാണ് കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ ഇനി എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. പക്ഷേ
റീമേക്കിലൊക്കെ ആണെങ്കിൽ ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷം കാർത്തികയുടെ അച്ഛനെയും അമ്മയെയും ശാലിനി പോയി കാണുകയാണ് ചെയ്യുന്നത്. പപ്പിയാണെങ്കിൽ കാർത്തികയുടെ അച്ഛനൊരു വീഡിയോ മെസ്സേജ് അയക്കും, താൻ പപ്പിയാണ്, കാർത്തിക ആൻറ്റി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെസ്സേജ് കാർത്തികയുടെ അച്ഛന് കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ശാലിനിയെ ഫോൺ ചെയ്യും. അതിനുശേഷം ശാലിനി കാർത്തികയുടെ അച്ഛനെയും അമ്മയെയും കൊണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നതും അവരുടെ അച്ഛനും അമ്മയാണെന്ന് പറയുന്നതും അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിലുണ്ടാകുമെന്ന് അറിയില്ല. അതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.